ഉത്തർപ്രദേശിലും ബീഹാറിലും NIA റെയ്ഡ്. മാവോയിസ്റ്റുകൾക്കായി 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും NIA പിടികൂടിയെന്ന വാർത്ത വരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. CPI മാവോയിസ്റ്റ് എന്ന നിരോധിത സംഘടന വീണ്ടും പ്രവർത്തനം സജീവമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ NIAക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ നടത്തിയ റെയ്ഡിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി ഉപകരണങ്ങൾ, ലഘുലേഖകൾ അടക്കമുള്ള പിടിച്ചെടുത്തിരുന്നു. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്തതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇതിൽ അന്വേഷണത്തിലേക്ക് NIA കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ഇവർക്ക് എതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് ഉത്തർപ്രദേശിലും ഒപ്പം തന്നെ ബീഹാറിലും 12 ഇടങ്ങളിൽ NIA റെയ്ഡ് നടത്തിയത്. ഇന്നലെ അർദ്ധരാത്രി വരെ ഈ റെയ്ഡ് നീണ്ടുനിന്നു എന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിൽ 11 ഇടങ്ങളിലും ഒപ്പം തന്നെ ബീഹാറിലെ കൈമൂറിൽ ഒരിടത്തുമാണ് റെയ്ഡ് നടത്തിയത്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ ഈ മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ലഘുലേഖകൾ, ഒപ്പം തന്നെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സിം കാർഡുകൾ, നിരവധി സിം കാർഡുകൾ ഈ പരിശോധനയിൽ പിടിച്ചെടുത്തു എന്നാണ് NIA അറിയിക്കുന്നത്. ഒപ്പം തന്നെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട്. തുടർന്നും റെയ്ഡും അന്വേഷണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് NIA അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.